ഷെബ ഫാംസ് പിടിച്ചെടുത്ത് ഇസ്രായേലിൻ്റെ നെഞ്ചുകൂട് തകർക്കുമെന്ന് ഹിസ്ബുള്ള ഗ്രൂപ്പ് ഔദ്യോഗികമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ രാജ്യവും തമ്മിലൊരു യുദ്ധം അല്ല നടക്കുന്നത്. ഒരു സൈക്കോളജി യുദ്ധമാണ്, മാനസിക മതപരമായ രാഷ്ട്രീയ യുദ്ധം കൂടിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ലെബനാൻ ഇസ്രായേൽ യുദ്ധം എന്ന് പറയുന്നത്. നിസ്സാരമായിരിക്കുന്ന ഒരു യുദ്ധമായിട്ട് അതിനെ കണക്കാക്കാൻ പറ്റില്ല. കാര്യം എന്ന് പറയുന്നത് ലെബനാൻ്റെ മേഖല കീഴടക്കിയെങ്കിൽ മാത്രമേ ഇസ്രായേൽ എന്ന് പറയുന്ന സാമ്രാജ്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിക്കൂ. അതവരുടെ സ്വപ്ന പദ്ധതിയാണ്. UN സഭയിൽ പോലും ഈ കാര്യം കൃത്യമായ രീതിയിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചരിത്രപരമായിരിക്കുന്ന ചില പാശ്ചാത്തലം വിശദീകരിച്ചുകൊണ്ട് ഹിസ്ബുള്ള ഗ്രൂപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്ന പ്രസ്താവനയുടെ ഭാഗത്ത് പറയുന്നത് ഇങ്ങനെയാണ്. ഷെബ ഫാംസ് എന്ന് പറയുന്ന 25 ചതുരശ്ര കിലോമീറ്റർ അത് ഈ വലിപ്പമുള്ള പ്രദേശം, ആ പ്രദേശം 1967 ഇസ്രായേൽ അറബ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ പിടിച്ചെടുത്തതാണ് ലെബനാൻ്റെ കൈവശത്തിൽ നിന്ന്. അത് തിരിച്ചു വേണമെന്ന് അന്ന് തന്നെ പറയുകയും പക്ഷേ പെട്ടെന്ന് ഒരു കുപ്രസിദ്ധമായിരിക്കുന്ന ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് ഇസ്രായേൽ തന്നെ അത് അവരുടെ ഭൂപ്രദേശത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. UN അത് അംഗീകരിച്ചിട്ടില്ല, ലോകരാജ്യങ്ങൾ അംഗീകരിച്ചിട്ടില്ല. അത് തങ്ങൾക്ക് തിരിച്ചു വേണം, അതുവരെ ഈ യുദ്ധം തുടരുമെന്നുള്ളതാണ്. അതിനെക്കുറിച്ചൊരു വിശദീകരണം പറയുന്നത് ഇങ്ങനെയാണ്. തെക്കൻ ലെബനാനിൽ നിന്ന് 982 വീണ്ടും ഇസ്രായേൽ ഭൂമി പിടിച്ചെടുത്തിട്ടുണ്ട്. അത് 2000 കൂടി തിരിച്ചു പിടിക്കാൻ വേണ്ടി ഹിസ്ബുള്ള ഗ്രൂപ്പിന് സാധിച്ചു. 82 ആ സമയം തെക്കൻ ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട് ജനനിബിഡമായിരിക്കുന്ന പ്രദേശമാണ് ഇസ്രായേൽ പിടിച്ചെടുത്തത്. 82 കാലഘട്ടത്തിലാണ് ഹിസ്ബുള്ള ഗ്രൂപ്പ് ഉണ്ടാകുന്നത്. സ്ഥാപിത വർഷം 82 ഔദ്യോഗിക പരിവേഷം വന്നത് 85 82 ഏകദേശം മധ്യത്തോട് കൂടിയിട്ട് തന്നെ, അതായത് മാർച്ച് ഏപ്രിൽ മാസത്തോടു കൂടി തന്നെ ഇസ്രായേൽ എന്ത് ചെയ്തിട്ടുണ്ട്, തെക്കൻ ലെബനാൻ്റെ പ്രദേശം പിടിച്ചെടുത്തു. അത് 2000 കൂടി തിരിച്ചു പിടിച്ചു എന്ന് പറഞ്ഞാൽ 82 ശേഷം 82 അവസാന ഘട്ടത്തിൽ ഹിസ്ബുള്ള ഗ്രൂപ്പ് രൂപീകരിക്കുകയും അന്ന് മുതൽ തന്നെ ഇസ്രായേലുമായിട്ട് യുദ്ധം ആരംഭിക്കുകയും ചെയ്തു. അത് ഷിയ മിലിഷ വിഭാഗം ഇസ്രായേൽ സാമ്രാജ്യം ഭാവിയിൽ ഉണ്ടാകുമെന്ന് വലിയ കൃത്യമായിരിക്കുന്ന മുന്നറിയിപ്പ് നൽകിയ രാജ്യങ്ങളൊന്നും ഇറാനാണ്. നിസ്സാരവൽക്കരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, 1948 ഒരു ചെറിയൊരു രാജ്യമായിട്ട് ഇസ്രായേൽ രൂപീകരിച്ചു എന്ന് പറഞ്ഞാൽ ഭാവിയിൽ അത് ഏറ്റവും കൂടുതൽ പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാവുക മുസ്ലിങ്ങൾക്കാണ്. ശ്രദ്ധയോടുകൂടി അവരെ കൈകാര്യം ചെയ്യണമെന്ന് ലെബനാനിലെ ഷിയ വിഭാഗത്തോട് അന്ന് തന്നെ 1948 കാലഘട്ടത്തിൽ തന്നെ ഇറാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. 48 എന്ന് പറഞ്ഞാൽ ഇറാനിലെ ഷിയ വിഭാഗം, 48 ഷിയ രാജ്യമായിട്ട് ഇറാൻ രൂപീകരിച്ചിട്ടില്ല, 79 പക്ഷേ അവിടെ ഷിയാക്കൾ വലിയ രീതിയിലുള്ള സ്വാധീനം ഉണ്ടായിരുന്നു. അന്നും ഇസ്രായേൽ വിരുദ്ധരായിരുന്നു. ആ കാര്യം അവർ പറഞ്ഞത് രാജ്യമല്ല, രാജ്യത്തുള്ള ജനസംഖ്യാനുപാതികമായിട്ടുള്ള ഷിയ വിഭാഗങ്ങൾ. 79 രാജ്യം അട്ടിമറിയുന്നു. പിന്നീട് 79 കൂടി ഇസ്ലാമിക വിപ്ലവം വന്നതിന് ശേഷം അത് രാജ്യമായിട്ട് തന്നെ ശത്രുത പരസ്യമായിട്ട് പ്രകടിപ്പിക്കുകയും ചെയ്തു. 82 പിടിച്ചെടുക്കിയ ഭൂപ്രദേശം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഈ ലെബനാന് സാധിച്ചിട്ടുണ്ടെങ്കിൽ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഷെബ ഫാംസ് എന്ന് പറയുന്ന പ്രദേശം പിടിച്ചെടുക്കുക എന്നുള്ളത് നിസ്സാരമായിരിക്കുന്ന കാര്യമാണ്. വലിയ രീതിയിലുള്ള പച്ചപ്പ് പിടിക്കപ്പെട്ട എന്ത് കാർഷിക ഭൂമി ഉണ്ടാക്കാൻ, കാർഷിക വിളയും ഉണ്ടാവുന്ന ഒരു പ്രദേശമാണ് ഈ പറയപ്പെട്ട ഷെബ ഫാംസ് എന്ന് പറയുന്ന പ്രദേശം. 9 മുതൽ 11 കിലോമീറ്റർ വരെ നീളവും 2.5 കിലോമീറ്റർ വീതിയുമുള്ള കാർഷിക വിളകളാൽ സമൃദ്ധമായ ജനവാസ മേഖലയാണ് ഈ പറയപ്പെട്ട പ്രദേശം. ഇന്നത് ഇസ്രായേലിൻ്റെ അന്നക്സ് ആണ്, കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ലെബനാൻ, സിറിയ, ഇസ്രായേൽ അതിർത്തി ചേരുന്ന ഭാഗമാണ് ഗോലാൻ കുന്ന്. ഇനി രണ്ടാം ഘട്ടത്തിൽ ഗോലാൻ കുന്നുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് പറയുന്നത്. ഗോലാൻ കുന്നും വലിയ രീതിയിലുള്ള വിഷയമാണ്. ആ വിഷയത്തെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്. അത് 1967 ഗോലാൻ കുന്നിൻ്റെ സിറിയയുടെ ഭാഗം പിടിച്ചെടുക്കിയത്. അതിൻ്റെ മറ്റൊരു ഭാഗം ലെബനാൻ്റെ ഭാഗത്ത് നിന്ന് പിടിച്ചെടുക്കുന്നത് ഈ പറയപ്പെട്ട ഷെബ ഫാംസ് എന്ന് പറയുന്നത് ഇതിനോട് ചേർന്നിട്ടുള്ള പ്രദേശമാണ്. ഇന്ന് ഗോലാൻ കുന്ന് എന്ന് പറയുന്നത്, അത് ഗോലാൻ കുന്ന് വെച്ചാൽ ഭയങ്കരമായ ഉയരത്തിലുള്ള ഒരു കുന്നാണ്. ആ കുന്നിൻ്റെ മേലെ നിന്നിട്ട് വടക്കൻ ഇസ്രായേലിനെയും അല്ലെങ്കിൽ ലെബനാനെയും ബന്ധപ്പെട്ട അവർക്ക് ആവശ്യമുള്ള എല്ലാ രാജ്യങ്ങളെയും കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ വേണ്ടി സാധിക്കും. കാര്യം ഈ കുന്ന് വളരെ ഉയരത്തിലും രാജ്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രദേശം എന്ന് പറയുന്ന സ്ഥലം വളരെ താഴ്ചയിലുമാണ്. നിരീക്ഷിക്കാൻ വളരെ എളുപ്പമുള്ള പ്രദേശം, അതുകൊണ്ട് വിട്ടുകൊടുക്കാത്തത്.
ഇന്ന് ഗോലാൻ കുന്നിൻ്റെ പൂർണ്ണമായും പിടിച്ചെടുക്കുക എന്നുള്ളത് തങ്ങളുടെ ലക്ഷ്യമാണെന്ന് ഇസ്രായേൽ ഇതിന് മുമ്പ് തന്നെ പറയുന്നു. രാജ്യവികസനത്തിൻ്റെ ഭാഗമായിട്ട് ഗോലാൻ കുന്ന് തങ്ങളുടെ രാജ്യത്തോട് കൂടി കൂട്ടിച്ചേർക്കുക എന്നുള്ള അനിവാര്യമാണ്. 1800 ചതുരശ്ര കിലോമീറ്ററാണ് ഗോലാൻ കുന്നിൻ്റെ നീളവീതി അല്ലെങ്കിൽ വിസ്താരം പറയുന്നത്. ഇതിൽ സിംഹഭാഗവും ഇപ്പോൾ ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ്, കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. അത് UN സഭയുടെ അംഗീകാരം കിട്ടിയിട്ടില്ല. അത് ഇസ്രായേലിൻ്റെ കുടിയേറ്റക്കാരും ഡ്രൂസ് സമൂഹം, അതായത് സിറിയയിലുള്ള ഡ്രൂസ് സമൂഹമാണ് ഈ ഭാഗങ്ങളിൽ കൂടുതലും താമസിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ കുടിയേറ്റക്കാരെ വേഗം കൊണ്ട് അവിടെ താമസിപ്പിക്കുന്ന ഒരു പ്രവൃത്തി പലപ്പോഴും ചെയ്യാറുണ്ട്. അത് ഗസയിൽ നിന്നാണ് അവർ അത് ആരംഭിച്ചത്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുമെന്ന് അറിയാം, അവർക്ക് ആയുധങ്ങൾ കൊടുക്കും, സംരക്ഷണം നൽകും. അവർ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അത് ഗസക്കകത്ത് അല്ലെങ്കിൽ ഈ വെസ്റ്റ് ബാങ്കിൻ്റെ അകത്ത് ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് നേരെ കേസ് ചാർജ് ചെയ്യുക, പാലസ്തീനികൾക്ക് നേരെ കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വിചാരണയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലും ഏതെങ്കിലും വാദവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനും ഇസ്രായേലിലേക്ക് പോകണം. അതല്ലാതെ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലിന് കോടതിയോ എംബസിയോ കാര്യങ്ങളോ കോടതിയില്ല. അവരുടെ രാജ്യത്തിൻ്റെ ഭാഗമായി കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. അതുകൊണ്ട് എംബസി കോൺസുലേറ്റ് ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ എവിടേക്ക് പോകണം? ഇസ്രായേലിൽ പോയിട്ട് വേണം, ജെറുസലേമിൽ പോയിട്ട് വേണം ഈ കേസ് കാര്യങ്ങളൊക്കെ ബാധിക്കാൻ. അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. അപ്പോൾ ഈ വിഭാഗത്തിന്, അതായത് ജൂത കുടിയേറ്റക്കാർക്ക് ആയുധങ്ങൾ നൽകും, അവർക്ക് വെടിവെക്കാൻ ഉത്തരവുണ്ട്, അതിനുള്ള ലൈസൻസി ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ ഇസ്രായേൽ സംഘം അവിടെ പാഞ്ഞെത്തും, അവിടെ അതിർത്തി കേന്ദ്രീകരിച്ചു കൊണ്ടൊക്കെ ഉണ്ട്. ആ രീതിയിൽ രണ്ട് രീതി. ഇത് എവിടെ ചെയ്യുന്നത്? പാലസ്തീൻ്റെ അകത്താണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം, പുതിയ രാജ്യം സൃഷ്ടിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് സുരക്ഷ നൽകുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ ഈ തെക്കൻ ലെബനാനിൽ നിന്ന് 982 കാര്യം അത് നമ്മൾ പറഞ്ഞു. ഇപ്പോഴത്തെ പ്രത്യേകമായിരിക്കുന്ന രീതി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള യുദ്ധം നടക്കുന്നുണ്ട്. അത് നമ്മൾ ഒറ്റപ്പെട്ടത് മാത്രമാണ് വായിക്കാൻ വേണ്ടി സാധിക്കുന്നത് അല്ലെ അറിയുന്നത്. പക്ഷേ അങ്ങനെയല്ല അതിൻ്റെ യാഥാർത്ഥ്യം. അതിശക്തമായിരിക്കുന്ന ഏറ്റുമുട്ടലുകൾ ഇവിടെ നടക്കുന്നുണ്ട്. എവിടെ? ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. കാര്യം ഇസ്രായേൽ എന്ന് പറയുന്ന സാമ്രാജ്യം സ്ഥാപിക്കണമെങ്കിൽ ലെബനാൻ എന്ന് പറയുന്ന രാജ്യം വീണേ പറ്റൂ. ലെബനാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായ രീതിയിലുള്ള പ്രതിരോധം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തങ്ങൾക്ക് ദേശം ഗസയെ പോലെ തങ്ങൾ മാറും എന്നുള്ളൊരു ഭയം ലെബനാൻ ഉണ്ട് എന്നതിനാൽ ഹിസ്ബുള്ള ഗ്രൂപ്പ് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അവർ പോരാടി നിൽക്കുന്നു എന്ന് മാത്രമല്ല, പോരാടിയിട്ട് ഇസ്രായേലിനെ ഓടിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും സാധൂകരിക്കാൻ സാധിക്കാത്ത വിധം ഉടഞ്ഞു വീഴുന്ന ഒരു തരത്തിലേക്ക് ഇസ്രായേൽ ഓട്ടോമാറ്റിക്കായിട്ട് എത്തിയിരിക്കുകയാണ്. ഇങ്ങനെയൊന്നും അല്ല പ്രതീക്ഷ. കാരണം പ്രതിരോധം വളരെ രീതിയിൽ കുറവാണ്. വല്ലാത്ത രീതിയിലൊന്നും ഈ പ്രതിരോധിക്കാൻ അവിടെ സംവിധാനങ്ങൾ ഉണ്ടാവില്ല. കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം നമുക്കറിയാം ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ തലവനായിരിക്കുന്ന ഹസൻ നസറുള്ള അടക്കമുള്ള വലിയ രീതിയിലുള്ള ഉന്നത സംഘത്തെ കൊലപ്പെടുത്തി. ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചാണ് കൊലപ്പെടുത്തിയത്. അതിന് മുമ്പാണ് പേജർ ആക്രമണം നടത്തി ഏകദേശം 32ഓളം ആളുകൾ കൊലപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. അങ്ങനെ തന്നെ രാജ്യത്തെയും ദേശത്തെയും ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് അടുത്ത സ്റ്റെപ്പായിരിക്കുന്ന ബങ്കർ ബസ്റ്റർ ബോംബ്. ഇതൊക്കെ ഒറ്റാണ് എന്നുള്ളത് കൃത്യമായി ഒറ്റ കൊടുത്തതാണ്. അതുകൊണ്ടാണ് വളരെ കൃത്യതയോടുകൂടി അന്നൊരു മീറ്റിംഗ് കൂടുന്നുണ്ട് എന്നുള്ളതും ഈ ബിൽഡിങ്ങിലേക്ക് ഹസൻ നസറുള്ള വരുന്നുണ്ട് അവരുടെ സംഘത്തോടൊപ്പം എന്നുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ബോംബ് സ്ഫോടനം നടത്തിയത്. എന്നാൽ ഇസ്രായേലിൽ പറ്റിയിരിക്കുന്ന മണ്ടത്തരം എന്ന് പറയുന്നത് അതോട് കൂടിയിട്ട് ഈ ഗ്രൂപ്പ്, ഈ വിഭാഗം ഇല്ലാതായി പോകുന്നവർ വിശ്വസിച്ചു. അവിടെയാണ് എല്ലാ മണ്ടത്തരവും പറ്റുന്നത്. പക്ഷേ അവർക്ക് മറ്റൊരു സംഘം ഉയർത്തെഴുന്നേറ്റു. അവരാണ് ഇപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിൽക്കുന്നത്. ഇറാനിൽ നിന്ന് വ്യാപകമായ രീതിയിൽ ആയുധങ്ങൾ ഇവരുടെ കൈവശത്തിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ള പല ഘട്ടങ്ങളിലായിട്ട് ഇസ്രായേൽ പറഞ്ഞതാണ്. എന്നാൽ ഇറാൻ അതിൽ പ്രതികരിച്ചു കൊണ്ടൊരു മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇതിന് എത്തുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതിനെക്കുറിച്ചല്ല പറഞ്ഞത്. നിങ്ങൾ ഇറാനാണ് കൊണ്ടുവരുന്നതെങ്കിൽ നിങ്ങൾക്ക് പിടിച്ചെടുക്കാനുള്ള അവസരവും സാഹചര്യങ്ങളും ഉണ്ടാവുമല്ലോ, നിങ്ങൾ പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞു. അല്ലെ കണ്ടെത്തി എന്ന് പറഞ്ഞു. തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കാൻ വേണ്ടി പറഞ്ഞു. തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിക്കാതെ പോയി. അങ്ങനത്തെ ഒരു വലിയ പ്രയാസമുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം, ഈ മേഖലയിലുള്ള ഇസ്രായേലിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് ഇറാനെതിരെ യുദ്ധം നടത്തുക എന്നുള്ളത് മാത്രമല്ല, അല്ലെങ്കിൽ ഇറാനെ വേദനിപ്പിക്കുന്ന തരത്തിൽ ലെബനാനിൽ ആക്രമണം നടത്തുക എന്ന് മാത്രമല്ല, ഇസ്രായേലിന് സാമ്രാജ്യം സ്ഥാപിക്കണമെങ്കിൽ ലെബനാൻ എന്ന് പറയുന്ന രാജ്യം വീഴണം എന്നുള്ളതും, തങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ഭരണ സംവിധാനം അവിടെ അധികാരത്തിൽ വരണം എന്നുള്ളതും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും കാഴ്ചപ്പാണ് കൃത്യമായ രീതിയിൽ. അതിന് നേരെ ബദൽ സംവിധാനമായിട്ടാണ് ഇറാൻ പറയുന്നത് അവരുടെ സാമ്രാജ്യ സൃഷ്ടിപ്പിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ് നടത്തുന്നത്, നിസ്സാരമായിരിക്കുന്ന യുദ്ധമല്ല. അതുകൊണ്ട് ലെബനാൻ തങ്ങളുടെ രാഷ്ട്രീയമായിരിക്കുന്ന വിഷയമായിട്ട് മാറുന്നു. പ്രശ്നപരിഹാരം ഉണ്ടാവണമെങ്കിൽ ലെബനാനും കൂടി കൂട്ടണമെന്ന് ആവർത്തിച്ചുകൊണ്ട് ഇറാൻ പറയുന്നതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാരണം ഇതാണ്. പല ഘട്ടങ്ങളിൽ നടന്ന ചർച്ചയിലും കൃത്യതയോടുകൂടി ഇറാൻ പറയുന്നത് ലെബനാൻ തങ്ങളുടെ രാഷ്ട്രീയ വിഷയമാണ്. ആ വിഷയത്തിൽ അവിടെ പ്രശ്ന പരിഹാരം ഉണ്ടാവുന്നില്ലെങ്കിൽ ഒരിക്കൽ പോലും അമേരിക്കയും ഇറാനും തമ്മിൽ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല എന്ന്
ആവർത്തിച്ച് പറയുകയാണ്. നമ്മൾ പറയുന്ന വിഷയം എന്ന് പറയുന്നത് ഇസ്രായേൽ ഇപ്പോഴും തകർന്നുകൊണ്ടിരിക്കും. നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ളൊരു യുദ്ധമാണ് ഇസ്രായേൽ നടത്തുന്നത് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്.